വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ശിവൻ പോയതിന് ശേഷമാണെങ്കിൽ വീണ്ടും രാഘവൻ നായർ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. വിഷ്ണു എവിടെ, നീയല്ലേ പറഞ്ഞു വിട്ടത്, ഇഴക്കി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ഭാമയുടെ ആകപ്പാടെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം അവസാനം മനസ്സിൽ ആ ഒരു വിഷമം എല്ലാം കൂടി ഭാമയാണെങ്കിൽ അടക്കി പിടിച്ച് വച്ചിരിക്കുകയാണല്ലോ. ആരോടും എന്ത് ചെയ്യണമെന്നെ വിഷ്ണു നഷ്ടപ്പെട്ട ആ ഒരു വിഷമമൊക്കെ. അന്നേരം അവസാനം സത്യഭാമയാണെങ്കിൽ രാഘവൻ നായരോട് തുറന്ന് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വിഷ്ണു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്നവൻ നമ്മുടെ മകൻ വിഷ്ണു അല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ മകൻ വിഷ്ണു എന്നേക്കുമായി നമ്മൾ വേർപെട്ട് പോയി, അവൻ ഇനി തിരിച്ചു വരില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ ആ ഒരു ഷോക്കിൽ എന്ന പോലെ ഭാമയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് അത്രേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇനി രാഘവൻ നായർ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് സത്യഭാമ പറയുന്നത്. പക്ഷേ രാഘവൻ നായരുടെ മനസ്സിൽ ശിവനാണല്ലോ വിഷ്ണുവായിട്ട് കരുതി വച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ വരെയും ശിവനെ കണ്ടതല്ലേ വിഷ്ണുവായിട്ട്. അപ്പോൾ രാഘവൻ നായർ ഒരുപക്ഷെ ആ ഒരു അസുഖത്തിൻ്റെ ചിലപ്പോൾ സമ്മതിക്കാനായിട്ട് വഴിയില്ല, ചിലപ്പോൾ അംഗീകരിക്കുകയും ചെയ്യും. അതിന് എന്ത് ഷോക്കിലാണ് അത് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് അത് പിന്നീട് കാണിക്കും. അതിനുശേഷം ശിവനാണെങ്കിൽ ആ ഒരു ചന്ദ്രയുടെ ഫോൺ വരുന്നുണ്ടല്ലോ, അതിനുശേഷം കമലിനാണെന്ന് കമലിൻ്റെയോടൊപ്പം പ്രകാശിനെ അന്വേഷിച്ച് പോകുന്നതെന്ന് തോന്നി. കുട്ടികളെ അപ്പോൾ കൊണ്ടുപോകുന്നില്ലായിരിക്കാം. അന്നേരം ആ ഒരു ആക്സിഡൻറ്റ് കേസിനെ കുറിച്ച് അറിയുക ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അന്നേരം ഹോസ്പിറ്റലിൽ കയറിയ ശേഷം തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ ഒരു പ്രകാശിൻ്റെ ബോഡിയാണോന്ന് കാണിക്കുന്നില്ല, ഒരു ബോഡി ഇങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ഇതെന്ത് പറ്റിയാന്ന് ചോദിക്കുമ്പോൾ ആക്സിഡൻ്റ് ആണ്, ആൾ മരിച്ചു എന്നിങ്ങനെ ആ ഒരു അറ്റൻഡർ പറയുന്നുണ്ട്. അന്നേരം ശിവനിങ്ങനെ ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഇത് ആരാണ് എന്നുള്ള ഒരു മുഖം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമായിരിക്കണം കമലിനാണെങ്കിൽ ആ ഒരു അങ്ങനെ നിൽക്കുന്നതേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷമായിരിക്കണം ശാലിനിയെ വിളിച്ച് കമലൻ പറയുന്ന പ്രകാശം പോയി എന്നുള്ളതൊക്കെ. അതിനുശേഷം ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുന്നതും അവിടെ ആകെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതുമാണ്. അന്നേരം ഈ ആക്സിഡൻറ്റ് എങ്ങനെ ഉണ്ടായി എന്താണെന്നുള്ളത് മിക്കവാറും ശിവൻ അന്വേഷിച്ചറിയാം. അപ്പോൾ മഹേന്ദ്രനാണ് ചെയ്യിച്ചത് എന്നുള്ളത് അവിടെ മനസ്സിലാവുകയാണെങ്കിൽ പിന്നീട് ശിവൻ്റെയും ചന്ദ്രയുടെയും നിലപാട് മഹേന്ദ്രനോട് എന്താകും എന്നുള്ളതിന് ചന്ദ്ര വേറെ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കുമോ എന്നുള്ളതൊക്കെയാണ്. ഇനി പിന്നീട് ആ സത്യഭാമയുടെ വീട്ടിൽ നിന്നും പോകുന്ന ശാരി എങ്ങോട്ട് പോകും എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, വരും എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.